ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റണം. എന്തിനാണ് സ്പോൺസർ ചെയ്യുന്നത്? ഒന്നിക്കലും അവർക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ അതിന്റെ വേണം. അവർക്ക് അതിന്റെ അല്ലെങ്കിൽ പരസ്യം വേണം. ഇത് രണ്ടും കിട്ടാതെ ഈ പറയുന്ന കുട്ടികള് വളർന്നു വന്നാൽ അവർക്ക് ഈ ഫുട്ബോൾ കൊണ്ട് രക്ഷയുണ്ടെന്നൊരു തോന്നലുണ്ട്. അവിടെ വേണ്ടത് പ്രൊഫഷണൽ ഫുട്ബോൾ ഉണ്ടാവണം. നമുക്കതില്ല. പേരൻസിന് റോൾ ഉണ്ട് സാർ. ബിസിനസ് മാൻ റോൾ ഉള്ളത് പോലെ പേരൻസ് റോൾ ഉണ്ട്. ഞാൻ ഈ സത്യം പറഞ്ഞാൽ പുതുപ്പള്ളി സ്പോർട്സ് സെന്റർ ആക്കണമെന്ന ഒരു ഐഡിയ വന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയപ്പോ ഒരു അമ്മ പറഞ്ഞൊരു കാര്യമാണ്. എന്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞോളൂ, അമ്മ മോനെ കളിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അമ്മ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ അന്ന് തൊട്ടാണ് ഞാൻ സ്പോർട്സ് ഐഡിയ എന്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെന്റർ ആക്കി വളർത്തുന്ന ആഗ്രഹം. കാരണം അങ്ങനെ പേരൻസ് മൊത്തത്തിൽ ആഗ്രഹിച്ചാൽ പേരൻസ് ആഗ്രഹം കുട്ടികൾക്ക് കൊടുക്കും. ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഗ്രഹത്തിൽ നിന്നാണ് അവര് പിന്നെ അവർ ഇഷ്ടമായിട്ട് വളർത്തിയെടുക്കുന്നത്. അതല്ല ചാണ്ടിയും എനിക്കൊന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മലയാളിക്ക് എമർജ് ചെയ്യാനുള്ള ഒരു വഴിയാ ഫുട്ബോൾ. തീർച്ചയായിട്ടും പലതിലും നമുക്ക് സ്പോൺസർമാരെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ ഇപ്പൊ നമ്മളുടെ സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് കയറിയത് നമ്മുടെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അനിൽ സാറാണ്. ആ സാർ അദ്ദേഹം ഒരു നേവിയിൽ ജോലിയായിരുന്നു. അദ്ദേഹം നല്ലൊരു ഗോൾ കീപ്പർ ആയിരുന്നു നേവിയുടെ. അങ്ങനെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ആ സീറ്റിൽ വന്നതിന് ശേഷം ഇത്രയും വികസനങ്ങൾ ഉണ്ടായത്. കേരള ഫുട്ബോൾ അസോസിയേഷനിൽ ഒരുപാട് ടൂർണമെന്റുകൾ നടത്തിയത്, കണ്ടക്ട് ചെയ്യണതും എല്ലാം കാര്യങ്ങളും ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത് അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ടാണ്. അദ്ദേഹം സത്യസന്ധമായി ചെയ്ത ഓരോ കാര്യങ്ങളിലാണ് നമുക്ക് അത്രയും ടൂർണമെന്റുകൾ കുട്ടികൾക്ക് കിട്ടിയത്. ടൂർണമെന്റ് കുട്ടികൾക്ക് കിട്ടിയാൽ മാത്രമേ കളിച്ച് ഡെവലപ്മെന്റ് ആകാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പിൽ 4 ഇന്ത്യൻ താരങ്ങൾ കളിക്കുന്നുണ്ട് പല രാജ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മൾക്കിടെ കുട്ടികൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും. ഫുട്ബോളിലെ വനിതാ കോച്ചാ